الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതൊരാളുടെ ജീവിതത്തിൽ കൃത്യമാണോ, അവന്റെ ജീവിതത്തിന്റെ മറ്റു രംഗങ്ങളിലുള്ള തിന്മകൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ എല്ലാം ദഅവത്തിന്റെ പ്രധാന കണ്ടന്റ്, പ്രധാന വിഷയം എന്നുള്ളത് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്വയം എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാമിലെ ഏകദൈവാരാധന എന്ന അടിത്തറയിൽ നിന്ന് ആഴത്തിൽ തന്നെ അത് പഠിച്ചെടുക്കേണ്ടത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ വിമർശകരായ ആളുകൾ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. കാരണം ലോകത്ത് ഇന്നേവരെ ആർക്കും രചിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഏറ്റവും സുന്ദരമായ തൗഹീദുമായ ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അല്ലെ, ചില ആളുകൾ വഹാബികൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എല്ലാ ശിർക്കിന്റെ അടിവേരുകളെയും മുറിച്ചു കളയുന്ന രൂപത്തിൽ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും പച്ചയായി ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുത്ത പണ്ഡിതനാണ് അദ്ദേഹം. ആ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൗഹീദൊക്കെ ഞാൻ ഏതാണ്ട് പഠിച്ചു എന്ന് ആരെങ്കിലും നീ പറയണ കേട്ടാൽ എനിക്കത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാരെ കുറിച്ച് എന്താ നമ്മൾ കംപ്ലൈന്റ് പറയല്? ഓൻ അനങ്ങിയ തൗഹീദാണ്, ഓൻ അനങ്ങിയ തൗഹീദാണ്, മിണ്ടിയ തൗഹീദാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ പണ്ഡിതനായിരുന്ന കുഞ്ഞിദ് മദനി, അദ്ദേഹത്തിന് എന്ത് വിഷയം കൊടുത്താലും അദ്ദേഹം തൗഹീദേ പറയും. നിസ്കാരം കൊടുത്താൽ അവിടെയും തൗഹീദ്, സക്കാത്ത് കൊടുത്താൽ അവിടെയും തൗഹീദ്. ഒരിക്കലും അദ്ദേഹത്തോട് കൂടെ പോയ ആളെ ചോദിച്ചു, അല്ല മൗലവി, നിങ്ങളെ വിഷയം നിസ്കാരമായിരുന്നല്ലോ, നിങ്ങൾ അതിനെ തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് നിസ്കാരം? തൗഹീദ് ഇല്ലാത്ത നിസ്കരിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായോ? അതാണ് ഇസ്ലാമിൽ തൗഹീദിന്റെ സ്ഥാനം, അത് അടിത്തറയാണ്. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, അവിടെയാണ് ഷെയ്ഖ് പറഞ്ഞത്, എന്ത് ആരെങ്കിലും തൗഹീദിനെ പഠിച്ചു എന്ന് പറയണ കണ്ടാൽ അവന്റെ മേത്ത് രണ്ട് ശൈത്താണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. ആരെങ്കിലും തൗഹീദിനെ കൃത്യമായിട്ട് പഠിച്ചു എന്ന് പറയണത് കണ്ടാൽ ഇരിക്കുന്നത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണത് കണ്ടാൽ അവന്റെ മേത്ത് പരുത്ത രണ്ട് ജിന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ആൾക്കാർക്ക് പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ അരോചകങ്ങളാണ്. എന്നാൽ 950 കൊല്ലം നൂഹ് നബി പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ സ്ലിപ്പിൽ എന്താണ്ടായിരുന്നേ? യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഇബാദത്ത് എടുക്കരുത്, ഒരാളെയും ആരാധിക്കരുത് എന്നാണ് പറയുന്നത്. ആരോടത് പറഞ്ഞത്? വദ്ദിനെ, സുവാഇനെ, യഊഖിനെ, യഊസിനെ, നസ്റിനെ, ഈ 5 ഔലിയാക്കന്മാരെ പ്രാർത്ഥിച്ചാൽ ഉടൻ ഉത്തരം കിട്ടിയിരുന്ന ഔലിയാക്കന്മാർ ഇബ്നു കസീർ പറഞ്ഞത്. ഈ 5 ഔലിയാക്കന്മാരോട് അള്ളാഹിനോട് തേടുന്നതോടൊപ്പം തേടിയത് കൊണ്ട് നൂഹ് നബിക്ക് 950 കൊല്ലം പണിയെടുക്കേണ്ടി വന്നു. വയല് പറയുമ്പോൾ നാട്ടുകാരെന്താ പറഞ്ഞത്? ഈ നൂഹിന്റെ മടയത്തരം പൊട്ടത്തരം കേട്ട് വദ്ദിനെയും സുവായിനെയും നിങ്ങൾ കൈവിടിയല്ല. അവിടെ നിങ്ങൾ നോക്കിക്കൊങ്ങളെ, 1ാമത്തെ റസൂലാണ് അദ്ദേഹം. എത്ര പ്രവാചകന്മാർ ഈ തൗഹീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാ പഠിപ്പിച്ചത്? ഇത് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സമൂലമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഈ ഇരിക്കണ ഓരോ ആളുകളും ആ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ അറിയോ, വല്ലസറിനെ കട്ടുമുറിച്ചോലാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. അതാണ് വൽ അസ്ർ എന്ന് പറയുന്ന അധ്യായം കേട്ടിട്ടുണ്ടെങ്കിൽ ഇമാം ഷാഫിഈ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താ നിങ്ങള്, ഖുർആനിലെ ബാക്കി 113 അധ്യായങ്ങളും അവതരിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ അധ്യായം തന്നെ മതിയാകുമായിരുന്നു. അത്ര ഘനഗംഭീരമായ ആശയമാണ് ആ സൂറത്തിലുള്ളത്. ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ടൊരു സൂറത്താണത്. കാലത്തെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹു പറയാണ്, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ആരൊഴികെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവർ ഒഴികെ. അതുപോലെ തന്നെ വത്തവാസൗ ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട് ഉപദേശിക്കുക. ഈ യാഥാർത്ഥ്യം എന്താ? അല്ലാഹു പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് ജനങ്ങൾ ഉപദേശിക്കാത്തവർ നഷ്ടത്തിലാണ്. അതെന്താ നമ്മൾ കാണാത്തത്? തുടർന്ന് അല്ലാഹു പറഞ്ഞെന്താ? വത്തവാസൗ ബിസ്സബ്ർ, ആ ഹക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടാവും. ആലം ദുനിയാവിൽ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത് അറിയോ? അള്ളാഹിന്റെ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റെടുത്ത മഹാമനുഷ്യന്മാരായിരുന്നു പ്രവാചകന്മാർ. അത് പ്രയാസങ്ങളുണ്ടായി. ചില നബിമാരൊക്കെ റസൂലുള്ള പറയണേ, ഈർച്ചവാൾ കൊണ്ട് ഇങ്ങടെ നടു മുർദാവിലൂടെ മുറിച്ച് 2 പീസാക്കിയിട്ടുണ്ട്, എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ചില നബിമാരെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്. യാസറിനെയും അമ്മാറിനെയും എന്തെല്ലാം പീഡനങ്ങൾ. സുമയ്യയെ കൈകാലികൾ ഛേദിച്ച് ജനനേന്ദ്രിയത്തിലൂടെ കമ്പി അടിച്ച് കയറ്റിയിട്ട് കൊന്നത്.
അല്ലേ? സമാനമായ മരണം തന്നെയായിരുന്നു ആസിയ ബിൻത് മുസാഹിം പ്രാർത്ഥിച്ചതൊന്നു മാത്രം, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എന്തെങ്കിലും പറയണത്? ചില ആൾക്കാർ പറയും നാട്ടിൽ ചെന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കണതിനാ, അവിടെ പോലും ഇങ്ങനെ അത് ഐക്യമായി ജീവിക്കണോടത്ത് നിങ്ങളൊരു പ്രസംഗം, നിങ്ങളൊരു ദഅവത്ത് എന്ന് പറയണ കുറെ ശൈത്താന്മാരില്ല നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? ഞാൻ പോലെ അങ്ങനെ തന്നെ പറയാം, അത് ശൈത്താന്റെ പണിയാണ്. ആ സംസാരം ശൈത്താന്റെ സംസാരം. അങ്ങനെയാണെങ്കിൽ മക്കയിലെ 13 കൊല്ലം ഞങ്ങളുടെ മുത്ത് നബി നിങ്ങൾ എന്തേ പ്രശ്നക്കാരനായിരുന്നു എന്നാണ് ഈ പറയണത്? ആണോ? മക്കയിലെ എല്ലാ ആൾക്കാരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ ജീവിതം പരിശോധിച്ച് ഒരുത്തം പറയണത്, എന്തിനാ ഐക്യത്തിൽ ജീവിച്ച് അവിടെ ചെന്ന് ഈ മുഹമ്മദിന്റെ പ്രശ്നം ഉണ്ടാക്കി? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഹാബികളൊന്നും മരിക്കൂലായിരുന്നല്ലോ. കേൾക്കാൻ നല്ല സുഖ. സഹോദരങ്ങളെ, ഈ വർത്താനങ്ങളൊന്നും ഒരു മുസ്ലിം പറയാൻ പറ്റൂല. അതുകൊണ്ടേ ഇതാ ഏറ്റെടുത്തോ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഖുർആന്റെ നിസ്കാരത്തിന്റെ സക്കാത്തിന്റെ കൂടെയാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബ. പക്ഷെ ജനങ്ങൾ മാറിക്കില്ല എന്ന് പറഞ്ഞിട്ട് അറിയോ? ഏയിലപ്പ ഞങ്ങൾ കൂടേണ്ടത്, അവിടെ അടി ഇവിടെ അടി. അതുകൊണ്ട് ഞാനൊന്നുമില്ല, സുഖ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്. അങ്ങനെ പറയുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഓല ആ വാദത്തിന് തെളിവായ ഒരു സഹാബി ഞങ്ങൾ ഹാജരാക്കിയാലേ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യും. ലക്ഷക്കണക്കിന് സഹാബികളുണ്ടല്ലോ. അള്ളാന്റെ റസൂലിനെ മദീന പള്ളിക്ക് അള്ളാഹു മഫ്തഹ്ലി അബ്വാബ് റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് വലതുകാലി വെച്ച് കയറി ഒരു സഹാബി ഈ ദഅവത്ത് ഏറ്റെടുക്കാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? നമ്മൾ നിസ്കാരം നോമ്പും കുടുംബം അങ്ങനെ തട്ടിമുട്ടിയുടെ സ്വർഗത്തേക്ക് പോകാമെന്ന് ഏതെങ്കിലും ചെറിയ അല്പബുദ്ധിക്കാരെ ചിന്തിച്ചുകണമെങ്കിൽ നടക്കൂല. അതുകൊണ്ട് കൂടിക്കോളിയും ദൈവത്തിന്റെ കൂട്ടായ്മയുടെ കൂടെ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് തൗഹീദ്. അത് എവിടെ സമൂഹത്തിലുണ്ടോ സഹോദരങ്ങളെ, അവിടെ നല്ല മാറ്റം കാണാൻ പറ്റും. ഈ ഇരിക്കണങ്ങൾ ഓരോരുത്തരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ആളുകളെ പ്രസംഗം കേട്ടിട്ടും ഏതെങ്കിലും ആളെ ലഘുലേഖ വായിച്ചിട്ടൊക്കെ മാറിയതായിരിക്കും. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കണേ. എങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത ഹിദായത്ത്. അത് അള്ളാഹ് നമുക്ക് തന്നു. അത് കിട്ടാത്തവർ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട്, അത് കിട്ടാത്തവർ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മളെ പരിചയത്തിലുണ്ട്. എന്ത് ഓൽക്ക് വേണ്ടേ? അതല്ല ഓല് നാളെ നരകത്തിന്റെ തീജ്വാലകളിൽ ചെന്ന്, അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അബുൽ അബ്ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്ത് ദീൻ എന്ന് പറഞ്ഞ നസീഹത്താണ്. നസീഹത്ത് എന്ന് പറഞ്ഞ എന്താ അറിയുങ്ങളെ? ജനങ്ങൾക്ക് തൗഹീദിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടായ്മയുടെ കൂടെ, അത് ചെയ്യുന്നവരുടെ കൂടെ നിങ്ങളാൽ കഴിയുന്ന നിശ്ചലമായ പങ്ക് നിങ്ങൾ ചെയ്തിരിക്കണം. എന്തിനറിയോ? കെട്ടിവരിഞ്ഞു കൊണ്ടുപോകും. എങ്ങിട്ട് 6 അടി മണ്ണുക്ക് അവിടെ സുഖത്തോടെ കിടക്കണം. ജഹ്ഷുമാരൊക്കെ അരിഞ്ഞെടുത്ത അവയവങ്ങൾ റബ്ബേ നിന്റെ കോടതിയിൽ സ്വർഗം യാചിക്കുമ്പോ എന്റെ സ്വർഗത്തെ നീ തട്ടിക്കളയില്ലേ എന്ന് പറഞ്ഞ് ഉഹദിൽ ഷഹീദായ ജഹ്ഷുമാർ, അനസ് ബിൻ നളറുമാർ, മഹാനായ മിസ്അബ് ബിൻ ഉമൈറുമാർ, മഹാനായ ഹംസമാർ, ഇവരൊക്കെ ദഅവത്തിന്റെ രംഗത്ത് സജീവായിരുന്നു. ഒരു ക്ലാസ്സിന് പോലും വന്നിരിക്കാത്ത ആൾക്കാരാണ്. ഒരു ക്ലാസ് ദുനിയാവിന്റെ തിരക്ക് ഓലെ ജീവിതത്തിന്റെ ദുനിയാവ് ഷെഡ്യൂൾ ചെയ്തപ്പോ അള്ളാഹിന്റെ ദീനിന് വേണ്ടി 1/2 മണിക്കൂർ പോലും ആ ടൈം ടേബിളിൽ സമയം മാറ്റിച്ചിട്ടില്ല. എന്ന സമയം ഉണ്ടാവുക മൂക്കിൽ പഞ്ഞിച്ചിട്ടോ? നിങ്ങൾ എന്റെ വാക്കിൽ അമിതമായിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാ നിങ്ങൾക്ക് സമയം ഉണ്ടാവുക പറ. ഈ രംഗത്തേക്കൊന്നും കടന്നു വരാതെ തിരക്കിന്റെ കാരണം പറഞ്ഞ് മാറിക്കളുടെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് എന്താ സമയം ഉണ്ടാവുക? അങ്ങനത്തെ സമയമല്ല. അതുകൊണ്ട് റസൂൽ പറഞ്ഞ തഫറഗ ലി ഇബാദത്തില്ലാഹ്, അള്ളാഹിന്റെ ദീനിന് വേണ്ടി മോനെ നീ മാറിയിരുന്നു കൊള്ളണം. മാറിയിരുന്നേ പറ്റൂ, അതില്ലാതെ നടക്കൂല കൂട്ടരെ. അതാണ് ഇസ്ലാം പറഞ്ഞത്, ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധി തന്നത്, ആരോഗ്യം തന്നത് എന്തിനാ? സത്യത്തെ കണ്ടെത്താനും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും ഊർജ്ജസ്വലനായി മുത്മഇന്നയായ ആത്മാവുമായി വിട പറഞ്ഞു പോകാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഈ സംഗതി സൂചിപ്പിച്ചത് ഈ വരുന്ന 10-11 തീയതികളിൽ, ഈ മാസം 10-11 തീയതികളിൽ നമ്മുടെ യുവ സമൂഹം ഇന്ന് പല തിന്മകളിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ അധാർമികതകളിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലെ 3.5 കോടി യുവാക്കളിലേക്ക് ആശയത്തെ, ആദർശത്തെ എത്തിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ സമ്മേളനം ഇൻഷാ അല്ലാഹ് 11-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. യുവതിയുവാക്കളെ മാത്രം വിളിച്ചു അവരുടെ ഇന്നത്തെ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സും ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ 18 മുതൽ 45 ഇടയിലുള്ള വല്ല ആൾക്കാരുണ്ടെങ്കിൽ പേര് തന്നോളി, ഞങ്ങൾ കൊണ്ടുപോകാൻ റെഡിയാണ്. എന്തിനറിയോ? അള്ളാഹിന്റെ ദീന് പഠിക്കാൻ, ആ ദീനെ പ്രചരിപ്പിക്കാൻ. ദഅവത്തിന്റെ കാര്യം മാത്രം, ആളെ കൂട്ടാനല്ല. ഇന്നത്തെ നിയ്യത്ത് ആർക്കില്ല, പറ്റൂല.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഉത്തരവാദിത്വ നിർവഹണം എന്നുള്ള രൂപത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തോട് നിർവഹിക്കാവുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സിറാത്ത് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അല്ലാഹു നമ്മിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫിത്നകളുണ്ട്. നമ്മുടെ കുടുംബ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ, ഒരുപാട് രംഗങ്ങളിൽ അല്ലാഹു അതിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗത്തിൽ വിശ്വാസിയുടെ മക്കാദം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയ പാപക്കറകളെല്ലാം വിശാലമായി പാപങ്ങളെ പുറത്തു തരുന്ന റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് നമ്മെ എല്ലാം അവനെ സംസ്കരിക്കുമാറാകട്ടെ.